സോ ഒരു വ്യക്തി എങ്ങനെയാണ് ടെററിസ്റ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ടെററിസ്റ്റ് ആവുന്നതല്ല, റൈറ്റ്. ഒരു പ്രോസസ്സിലൂടെ, ഒരു സ്റ്റേജിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടെററിസ്റ്റ് ഉണ്ടാകുന്നത്, റൈറ്റ്. 4 സ്റ്റേജുകളാണ് ആക്ച്വലി നമ്മൾ പറയുന്നത്. 4 സ്റ്റേജുകൾ. ഏതൊക്കെ 4 സ്റ്റേജുകൾ എന്ന് വെച്ചാൽ ഈ കാണുന്നതാണ്. സെക്കുലറിസം എന്ന സ്റ്റേജിലൂടെ തുടങ്ങിയിട്ട്, സെക്കുലറിസം ഒരു ടെററിസ്റ്റ് അല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. റിലീജിയസ് റിവൈവലിസം, റിലീജിയസ് ഫണ്ടമെന്റലിസം, റിലീജിയസ് ടെററിസം, ഇങ്ങനെ 4 സ്റ്റേജിലൂടെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി ഒരു ടെററിസ്റ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്, റൈറ്റ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, സെക്കുലറിസവും റിലീജിയസ് റിവൈവൽ ആവുക എന്ന് പറയുന്നതൊന്നും എന്തല്ല, ഒരു നെഗറ്റീവ് കനോട്ടേഷൻ അല്ല. പക്ഷെ നെഗറ്റീവ് കനോട്ടേഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഈ 2 ഗ്രൂപ്പുകളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു റിലീജിയസ് ടെററിസ്റ്റിലേക്ക് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം അതിൽ പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സെക്കുലറിസം എന്നാണ് പഠിക്കേണ്ടത്. എന്താണ്? സെക്കുലറിസം എന്താണെന്നുള്ളത്. സെക്കുലറിസം 2 ടൈപ്പിലുണ്ട്. 2 ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഇന്ത്യൻ ഫോം ഓഫ് സെക്കുലറിസം ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഫോം ഓഫ് സെക്കുലറിസം ഉണ്ട്. ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറയുന്നത്, റൈറ്റ്. ഇന്ത്യൻ ഫോം ഉണ്ട്, വെസ്റ്റേൺ ഫോം ഉണ്ട്. ഇന്ത്യൻ ഫോം ഓഫ് സെക്കുലറിസം എന്ന് പറയുന്നത് കൺസിഡർ ഓൾ റിലീജിയൻ ആസ് ഈക്വൽ എന്നുള്ളതാണ് ഇന്ത്യൻ ഫോം പറയുന്നത്. എന്താ? കൺസിഡർ ഓൾ റിലീജിയൻ ആസ് ഈക്വൽ എന്നുള്ളതാണ്. എല്ലാ മതങ്ങളെയും ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ ഫോം ഓഫ് സെക്കുലറിസം പറയുന്നത്. എന്നാൽ വെസ്റ്റേൺ സെക്കുലറിസം പറയുന്നത് സ്റ്റേറ്റ് ഷുഡ് നോട്ട് ഇന്റർഫേസ് ദ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ എന്നാണ് പറയുന്നത്. റിലീജിയന്റെ മാറ്റേഴ്സിൽ സ്റ്റേറ്റ് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പാടില്ല. എന്നാൽ സ്റ്റേറ്റിന്റെ മാറ്ററിൽ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, റിലീജിയനും വൈസ് വേഴ്സ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടപെടരുത് എന്നതാണ് സെക്കുലറിസം പറയുന്നത്. സെക്കുലറിസം ഒരു പോസിറ്റീവ് ഡയമെൻഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷെ എപ്പോഴാണ് ഒരു വ്യക്തി ടെററിസത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്, അല്ലെങ്കിൽ ടെററിസം എന്ന സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, എപ്പോഴാണോ വീക്ക് സെക്കുലറിസം ഉണ്ടാകുന്നത്, വീക്ക് സെക്കുലറിസം എപ്പോഴാണോ ഉണ്ടാകുന്നത്, വീക്ക് സെക്കുലറിസം ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, റിലീജിയസ് ടെററിസത്തിലേക്ക് ലീഡ് ചെയ്യുന്ന സ്റ്റേജസ് ആയിട്ട് പറയപ്പെടുന്നത്. എന്താണ് വീക്ക് സെക്കുലറിസം എന്നുള്ളത്? നിങ്ങൾ സെക്കുലർ ബിലീഫിൽ നിന്ന് മാറി ചിന്തിക്കുക. നിങ്ങൾ എല്ലാ റിലീജിയനെയും ഒരേപോലെ കൺസിഡർ ചെയ്യുന്നത് മാറി നിങ്ങളുടെ മതത്തിന് മാത്രം കുറച്ചൊക്കെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് തുടങ്ങുന്നിടത്താണ് എന്ത് സംഭവിക്കുന്നത്, വീക്ക് സെക്കുലറിസം എന്ന കോൺസെപ്റ്റ് വരുന്നത്. അതോടൊപ്പം തന്നെയാണ് അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്? റിലീജിയസ് റിവൈവലിസം എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജ് റിലീജിയസ് റിവൈവലിസം. ഒരു ലേമാൻ പേഴ്സ്പെക്റ്റീവ്സിൽ എന്താണ് റിലീജിയസ് റിവൈവലിസം ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, റിലീജിയന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ നാളത്തെ ക്ലാസ്സിന് വരുന്ന സമയത്ത് എന്താണ്, ചരടെല്ലാം കെട്ടി വരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു തൊപ്പിയെല്ലാം വെച്ച് വരുന്നുണ്ടെങ്കിൽ, ഒരു കൊന്തയൊക്കെ തൂക്കി ഞാൻ വരുന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നീട് എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ എണീച്ച് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ആണെങ്കിൽ, ഒരു റിലീജിയസ് ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലീജിയസ് റിവൈവലിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറയുന്നത്? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, മോഡേൺ വേൾഡിലെ മൊറാലിറ്റി വളരെ കുറവായതുകൊണ്ട് റിലീജിയൻ എന്ത് ചെയ്യുന്നു, നമ്മൾ റിലീജിയനിലേക്ക് പുറകിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റിലീജിയസ് ബിലീഫ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു, റൈറ്റ്. ഇതാണ് റിലീജിയസ് റിവൈവലിസം. ഈ റിലീജിയസ് റിവൈവലിസം ഞാൻ നേരത്തെ പറഞ്ഞു തെറ്റല്ല. ഇതും എന്താണ്, ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് പലപ്പോഴും കാണാറുള്ളത് റിലീജിയസ് റിവൈവലിസത്തിനെയും. അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താണ്, റിലീജിയന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ റിലീജിയസ് റിവൈവലിസം എന്ന് പറയുന്നത്. പക്ഷേ റിലീജിയസ് റിവൈവലിസവും റിലീജിയസ് ഫണ്ടമെന്റലിസം ചെറിയൊരു ലൈൻ മാത്രമാണ്, ചെറിയൊരു നാരോ ലൈനാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതേസമയം തന്നെ നിങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്താണ് എന്ത് സംഭവിക്കുന്നത്, റിലീജിയസ് ഫണ്ടമെന്റലിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സുകൾ മാത്രം, അത് ഖുറാൻ ആവട്ടെ, ഗീതയാവട്ടെ, ബൈബിൾ ആവട്ടെ, അത് മാത്രമേ സത്യമുള്ളൂ എന്ന് പറയുന്നിടത്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, റിലീജിയസ് ഫണ്ടമെന്റലിസം എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച്, ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് ആ സൊസൈറ്റിയുടെ ഒരു ഡിക്ലൈനിന്റെ സ്റ്റാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഈ റിലീജിയസ് ഫണ്ടമെന്റലിസവും റിലീജിയസ് ടെററിസവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ലൈനിൽ മാത്രം നിൽക്കുന്ന കോൺസെപ്റ്റാണ്. എപ്പോഴാണോ നിങ്ങളുടെ മതം മാത്രം മതി ഈ സൊസൈറ്റിയിൽ എന്ന് തീരുമാനിക്കുന്നത്, അതിൻ്റെ ഭാഗമായി നിങ്ങൾ നടത്തുന്ന അട്രോസിറ്റീസ്, വയലൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലീജിയസ് ടെററിസം എന്ന രൂപത്തിലേക്ക് പറയുന്നത്. റൈറ്റ്, ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? അതായത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ മാത്രം, അത് ഏത് ബുക്കാവട്ടെ ആ ബുക്ക് മാത്രമാണ് സത്യം എന്ന് പറയുകയും അതിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലീജിയസ് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത്, റൈറ്റ്. എന്നാൽ അതേസമയം റിലീജിയസ് ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിൽ അടിയുറച്ച് വിശ്വസിക്കുകയും
ആ ബുക്ക് മാത്രമാണ് സത്യം എന്ന് പറയും. ആ ബുക്കിനെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യുക, ആ ഏതൊരു വ്യക്തിയെയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വയലന്റ് ഫോമിൽ എന്ത് ചെയ്യുക, കീഴടക്കുക എന്നുള്ളതാണ് നമ്മൾ റിലീജിയസ് ടെററിസം എന്ന് പറഞ്ഞ ബുക്കിനെതിരെ മാത്രമാണെന്നില്ല കേട്ടോ. അതായത് നിങ്ങളുടെ മതം മാത്രം മതി, മറ്റൊരു മതവും വേണ്ട എന്ന് പറഞ്ഞ് വയലന്റ് ഫോം ഓഫ് അറ്റാക്ക് നടത്തുന്നതിനെയാണ് നമ്മൾ റിലീജിയസ് ടെററിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേജിലൂടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്, ടെററിസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഒരു ദിവസം ഉണ്ടാകുന്ന പ്രോസസ്സല്ല, ഒരുപാട് കാലഘട്ടങ്ങളോ സമയം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നത് റിലീജിയസ് റിവൈവലിസം സെക്കുലറിസം എന്ന സ്റ്റേജിൽ നിന്നും എന്തെങ്കിലും നമ്മുടെ റിലീജിയസ് ടെററിസം എന്ന സ്റ്റേജിലേക്ക് പലപ്പോഴും എത്തുന്നത്. ചില ആളുടെ വ്യത്യാസമായിരിക്കും, ചില സൊസൈറ്റി അനുസരിച്ച് മാറിയേക്കാം. ചില വ്യക്തികൾക്ക് സെക്കുലറിസം എന്നത് സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടാവില്ല, റിലീജിയസ് റിവൈവലിസം എന്നായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഈ പ്രോസസ്സിലൂടെയാണ് ഒരു വ്യക്തി ടെററിസ്റ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്.